ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തൃശൂർ പാലിയക്കര കുഞ്ഞനംപാറയിലെ കടയിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുന്നു. സൂരജ് സജി തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ. പ്രവിത, ഇന്ന് 11 മണിയോടുകൂടിയാണ് ഈ പാലിയക്കര കുഞ്ഞനംപാറയിൽ ഈ കടയ്ക്ക് തീപിടിക്കുന്നത്. ഫാൻസി സ്റ്റോർ ആയിരുന്നു. ഇവിടെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. പക്ഷേ വലിയ രീതിയിൽ തീയും പുകയും ആളിക്കത്തുകയായിരുന്നു. പുക കാരണം ഈ കടയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പിന്നീട് തൃശൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിക്കൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഒടുവിൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സമീപത്തുൾപ്പെടെ നിരവധി കടകൾ ഉണ്ടായിരുന്നു. മറ്റു കടകളിലേക്കൊക്കെ തീ പടർന്നു പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടായിരുന്നു ഫയർഫോഴ്സിന്റെ നടപടി. എന്തായാലും നിലവിൽ 1 മണിക്കൂറിന് ശേഷം ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. എന്തായാലും പൂർണ്ണമായും ഈ ഫാൻസി സ്റ്റോർ കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രവിത, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗൾഫ് വാർത്തയിലേക്ക്. ഖത്തറിൽ സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ സമയത്തിൽ ഇളവുകൾ നൽകുന്ന നിർദ്ദേശത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. പുതിയ തൊഴിൽ നിർദ്ദേശങ്ങൾ ഈ മാസം 29 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അവശ്യഘട്ടങ്ങളിൽ വീടുകളിലിരുന്ന് ജോലി ചെയ്യാനും തൊഴിൽ സമയത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതുമായ സിവിൽ സർവീസ് ആൻഡ് ഗവൺമെന്റ് ഡെവലപ്മെന്റ് ബ്യൂറോയുടെ നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയത്. രാവിലെ 7 മുതൽ 2 വരെയായി ദിവസവും 7 മണിക്കൂറാണ് സർക്കാർ മേഖലയിലെ ജോലി സമയം. അവശ്യഘട്ടങ്ങളിൽ ജീവനക്കാർക്ക് രാവിലെ 6:30-നും 8:30-നുമിടയിൽ ജോലിയിൽ പ്രവേശിക്കാൻ പുതിയ തീരുമാനം അനുവദിക്കും. എന്നാൽ ഔദ്യോഗിക പ്രവൃത്തി സമയമായ 7 മണിക്കൂർ പൂർത്തിയാക്കണമെന്ന നിബന്ധനയുണ്ട്. വൈകല്യം, മെഡിക്കൽ കാരണങ്ങൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ജോലി സമയം 2 മണിക്കൂർ കുറക്കാനും അനുമതി ലഭിക്കും. സ്ഥാപന മേധാവിയുടെ അനുമതി പ്രകാരം 30% വരെ ജീവനക്കാർക്ക് വീടുകളിലിരുന്ന് ജോലി ചെയ്യാം. ഒരാൾക്ക് വർഷത്തിൽ ഒരാഴ്ച മാത്രമായിരിക്കും വർക്ക് ഫ്രം ഹോം അനുവദിക്കുക. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള അമ്മമാർക്ക് വർഷത്തിൽ 1 മാസം വീട്ടിലിരുന്ന് ജോലി ചെയ്യാമെന്നും പുതിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. അൻവർ പാലേരി, 24, ദോഹ. ഇന്ത്യ സൗദി സംയുക്ത പ്രതിരോധ സഹകരണ സമിതിയുടെ 6ാമത് യോഗം റിയാദിൽ സംഘടിപ്പിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. റിയാദിൽ വെച്ച് ബുധനാഴ്ചയാണ് യോഗം ചേർന്നത്. സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിൽ ഇന്ത്യയും സൗദിയും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സൗഹൃദ ബന്ധങ്ങളും പ്രതിരോധ രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള നൂതന മാർഗങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. സൈനിക പരിശീലനം, പ്രതിരോധ വ്യവസായം തുടങ്ങിയ മേഖലകളിലുള്ള സഹകരണം വിപുലമാക്കുന്നതിനുള്ള ആശയങ്ങളും യോഗത്തിൽ പങ്കുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നേരത്തെ ഒപ്പുവെച്ച ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപന സംവിധാനമാണ് സംയുക്ത പ്രതിരോധ സഹകരണ സമിതിയെന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ജോയിന്റ് സെക്രട്ടറി അമിതാഭ് പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്. സൗദി അറേബ്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മേജർ ജനറൽ സുലൈമാൻ ബിൻ അവാദ് അൽ ഹർബിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും പങ്കെടുത്തു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. പ്രവാസികളുടെ ജീവിത നിലവാര സൂചികയിൽ ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഖത്തറിന് 5ാം സ്ഥാനം. എക്സ്പാറ്റ് ഇൻസൈഡർ 2024 സർവേ റിപ്പോർട്ടിലാണ് വിവരമുള്ളത്. പ്രവാസി ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ സമഗ്ര പഠനങ്ങളിലൊന്നാണ് ഇന്റർനാഷൻസിന്റെ എക്സ്പാറ്റ് ഇൻസൈഡർ സർവേ. 175 രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 12,500-ലധികം പ്രവാസികൾ പങ്കുവച്ച അനുഭവങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സർവേ തയ്യാറാക്കിയത്. ജീവിത നിലവാരം, ആരോഗ്യം, സുരക്ഷ, തൊഴിൽ സാധ്യതകൾ, പരിസ്ഥിതിയും കാലാവസ്ഥയും തുടങ്ങിയ ജീവിത നിലവാര സൂചികയിൽ ലോകത്തെ മികച്ച 5 സ്ഥാനങ്ങൾ ഖത്തർ സ്വന്തമാക്കി. ഉയർന്ന ജീവിത നിലവാരത്തിൽ പ്രശംസനീയമായ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ ഖത്തർ ആരോഗ്യ പരിചരണം, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ട്രാവൽ ആൻഡ് ട്രാൻസിറ്റ്, പ്രവാസികളുടെ തൊഴിൽ സാധ്യതകൾ എന്നിവയിൽ ആദ്യ 5-ൽ ഇടം നേടി. പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള UAE, ഓസ്ട്രിയ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾക്ക് തൊട്ടു പിന്നിൽ. ജീവിത നിലവാരത്തിൽ ഖത്തർ ആഗോളതലത്തിൽ 4ാം സ്ഥാനത്താണ്. ഹെൽത്ത് കെയർ, ട്രാവൽ ആൻഡ് ട്രാൻസിറ്റ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, പരിസ്ഥിതിയും കാലാവസ്ഥയും, ഒഴിവുവേളകളിലെ വിനോദോപാധികൾ എന്നീ 5 ഉപവിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് റാങ്കിംഗ് തയ്യാറാക്കിയത്.
ഖത്തറിലെ ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരം, ലഭ്യത, ചെലവ് എന്നിവയിൽ പ്രവാസികൾ സന്തുഷ്ടി പ്രകടിപ്പിച്ചു. ആരോഗ്യ സംരക്ഷണ സൂചികയിൽ ദക്ഷിണ കൊറിയയ്ക്ക് പിന്നിൽ ആഗോളതലത്തിൽ 2ാം സ്ഥാനത്താണ് ഖത്തർ ഇടം നേടിയത്. സൗകര്യപ്രദമായ ഗതാഗത സൂചികയിൽ മെന മേഖലയിലെ ആദ്യ 10ൽ ഇടം പിടിച്ച ഏക രാജ്യവും ഖത്തറാണ്. പൊതുഗതാഗതത്തിന്റെ താങ്ങാവുന്ന ചെലവും ലഭ്യതയും കാൽനടയായോ സൈക്കിളിലോ ചുറ്റിക്കറങ്ങാനുള്ള എളുപ്പത്തെയും പ്രവാസികൾ വിലയിരുത്തി. സുരക്ഷിതത്വത്തിന്റെ സൂചികയിൽ ഖത്തർ ലോകരാജ്യങ്ങൾക്കിടയിൽ 5ാം സ്ഥാനത്താണ്. വ്യക്തികളുടെ സ്വകാര്യ സുരക്ഷയെക്കുറിച്ചും ആതിഥേയ രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയിലും പ്രവാസികൾക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നതായാണ് വിലയിരുത്തൽ. UAE, സ്വിറ്റ്സർലൻഡ്, ലക്സംബർഗ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം റാങ്കിങ്ങിൽ മുൻപന്തിയിലുള്ളത്. പാരിസ്ഥിതിക കാലാവസ്ഥാ സൂചികയിൽ ഖത്തർ 27ാം സ്ഥാനത്താണ്. അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം, കാലാവസ്ഥ, പ്രകൃതി, നഗര പരിസ്ഥിതി എന്നിവയാണ് പ്രവാസികൾ വിലയിരുത്തിയത്. കോസ്റ്റോറിക്കയാണ് ഈ വിഭാഗത്തിൽ 1ാമതുള്ളത്. ഭക്ഷണ വൈവിധ്യം, സാംസ്കാരിക രാത്രി ജീവിതങ്ങൾ, പ്രാദേശിക വിനോദ പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിക്കുന്ന വിനോദ സൂചികയിൽ ഖത്തർ 13ാം സ്ഥാനത്താണ്. സ്പെയിനാണ് ഈ ഗണത്തിൽ 1ാമതുള്ളത്. 2024 പ്രവാസികൾക്കുള്ള തൊഴിൽ സാധ്യതാ സൂചികയിൽ 5ാം സ്ഥാനവും ശമ്പളവും തൊഴിൽ സുരക്ഷയും എന്ന വിഭാഗത്തിൽ 11ാം സ്ഥാനവും ഖത്തർ സ്വന്തമാക്കി. എല്ലാ മേഖലകളിലും രാജ്യത്തിന്റെ ശക്തമായ വളർച്ചയും ആരോഗ്യകരമായ ജീവിത തൊഴിൽ അന്തരീക്ഷവും പ്രവാസികളുടെ ജീവിത സംതൃപ്തിക്ക് അടിവരയിടുന്ന ഘടകങ്ങളാണ്. അൻവർ പാലേരി, 24 ദോഹ. അറബ് ലോകത്തെ പ്രഥമ ആണവ നിലയം പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങി. ബറാക്ക ആണവ നിലയത്തിന്റെ 4ാം യൂണിറ്റും വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപാദനം തുടങ്ങിയതായി UAE അറിയിച്ചു. മേഖലയിലെ ഊർജ്ജോൽപാദന രംഗത്ത് ചരിത്രപരമായ കാൽവെപ്പാണ് UAE നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ തന്നെ ആണവ നിലയത്തിന്റെ 4ാമത്തെ യൂണിറ്റ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായിരുന്നുവെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങാനായി കുറച്ചു മാസങ്ങളുടെ കൂടി സമയം വേണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനുശേഷമാണ് നിലയം ഇപ്പോൾ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. നെറ്റ് സീറോയിലേക്കുള്ള UAEയുടെ യാത്രയിലെ വലിയൊരു ചുവടുവെപ്പാണിതെന്ന് UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വിശേഷിപ്പിച്ചു. എമിറാത്തിയുടെ നേട്ടവും അറബ് ലോകത്തിന്റെ അഭിമാനവുമാണിതെന്ന് UAE വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. നിലവിൽ UAEയുടെ വൈദ്യുതി ആവശ്യങ്ങളുടെ 25% ബറാക്ക ആണവ നിലയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. UAEയുടെ സുസ്ഥിര വൈദ്യുതോർജ്ജ നിർമ്മാണത്തിൽ കാര്യമായ സംഭാവന നൽകാൻ ബറാക്ക ആണവ നിലയത്തിലൂടെ സാധിക്കും. വർഷത്തിൽ 2.25 കോടി ടൺ കാർബൺ പുറന്തള്ളുന്നത് തടയാൻ ഈ പ്ലാന്റിനാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. 2030 കാർബൺ പുറന്തള്ളൽ 0 രാജ്യത്തിന്റെ ശ്രമങ്ങളിൽ 24% വിജയം കൈവരിക്കാൻ ഇതോടെ കഴിഞ്ഞുവെന്നാണ് UAEയുടെ വിലയിരുത്തൽ. അതോടൊപ്പം ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ആശങ്കകൾ ഇല്ലാതാക്കാൻ അതിനൂതന നിർമ്മാണ സാങ്കേതിക രീതികൾ ഉപയോഗിച്ചടക്കമാണ് ബറാക്ക ആണവ നിലയം നിർമ്മിച്ചതെന്ന സവിശേഷതയുമുണ്ട്. 24 ദുബായ്. സാമൂഹ്യ പ്രവർത്തകനും അൽ ഹുദ ഫുഡ് സ്റ്റഫ് മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന ആബിദ് പറമ്പൻ ഖത്തറിൽ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. തൃശൂർ ചാവക്കാട് സ്വദേശിയാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ദോഹയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മൃതദേഹം അബു ഹമൂർ ഖബർസ്ഥാനിൽ ഖബറടക്കി. ദുബായ് മഷ്റഖ് മെട്രോ സ്റ്റേഷന്റെ പേര് മാറ്റി. മഷ്റഖ് സ്റ്റേഷൻ ഇനി മുതൽ ഇൻഷുറൻസ് മാർക്കറ്റ് സ്റ്റേഷൻ എന്ന് അറിയപ്പെടുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. 10 വർഷത്തേക്ക് ഈ പേരിലായിരിക്കും അറിയപ്പെടുക. മെട്രോ റെഡ് ലൈനൽ മോൾ ഓഫ് ദി എമിറേറ്റ്സിനും ദുബായ് ഇന്റർനെറ്റ് സിറ്റിക്കും ഇടയിലാണ് ഇൻഷുറൻസ് മാർക്കറ്റ് സ്റ്റേഷൻ. ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്ന് നിരോധിത ഗുളികകൾ കസ്റ്റംസ് പിടിച്ചെടുത്തു. യാത്രക്കാരന്റെ ലഗേജിനുള്ളിലെ വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് 13,500-ലേറെ നിരോധിത ഗുളികകൾ കണ്ടെത്തിയത്. സിനിമയിൽ മാത്രമല്ല, തെറ്റ് ഏത് മേഖലയിൽ നടന്നാലും തിരുത്തപ്പെടേണ്ടതാണെന്ന് നടൻ റാണ ദഗുപതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാളി സിനിമയിൽ ഉയർന്നുവന്ന പരാതികളോട് പ്രതികരിക്കുകയായിരുന്നു റാണ. കുവൈറ്റിൽ 1,70,50,000-ഓളം പൗരന്മാർ ബയോമെട്രിക് രജിസ്ട്രേഷൻ ഇനിയും പൂർത്തിയാക്കാനുണ്ടെന്ന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ നായിഫ് അൽ മുതൈരി. ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഈ മാസം 30-ന് അവസാനിക്കും. മറ്റ് താമസക്കാർക്ക് ഡിസംബർ 31-നുമാണ് സമയപരിധി അവസാനിക്കുന്നത്. ബയോമെട്രിക് രജിസ്ട്രേഷൻ അതാത് സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാത്തവരുടെ എല്ലാ മന്ത്രാലയ ഇടപാടുകളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കായിക കേരളത്തിന് അഭിമാനമായി യുവതാരം കാലിഫോർണിയ ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ മലയാളി താരം കൈൽ ആന്റണി തെക്കേക്ക് ആണ് വോളിബോളിൽ കളിക്കളത്തിലെ താരമായത്.
എതിർ ടീമിലെ കളിക്കാരെ കളിക്കളത്തിലെ മികവ് കൊണ്ട് വീഴ്ത്തിയാണ് കാലിഫോർണിയ ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ ഈ മലയാളി താരം ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. നടനും എഴുത്തുകാരനുമായ തമ്പി ആന്റണിയുടെ മകനാണ് കൈൽ. കാനഡയിലെ നയാഗ്രയിൽ നടന്ന NK ലൂക്കോസ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റിൽ മികച്ച സെറ്ററായും മത്സരത്തിലെ മികച്ച പ്രതിരോധ താരമായും കൈലിനെ തിരഞ്ഞെടുത്തു. കേരളത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ പിതാവ് തമ്പി ആന്റണി ധരിച്ചിരുന്ന 9-ാം നമ്പർ ജേഴ്സിയാണ് കൈൽ ആന്റണിയും തിരഞ്ഞെടുത്തത്. തമ്പി ആന്റണിയുടെ സഹോദരന്മാരായ ജോസഫ് ആന്റണി കേരള സ്റ്റേറ്റ് വോളിബോൾ ടീമിനായും നടനായ ബാബു ആന്റണി പൂനെ യൂണിവേഴ്സിറ്റി വോളിബോൾ ടീമിന്റെയും സ്പോർട്സ് ടീമിന്റെയും ക്യാപ്റ്റനായും പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. 2018 പുറത്തിറങ്ങിയ നാം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തും കൈൽ ആദ്യ ചുവടുവെച്ചു. വോളിബോൾ കളിക്കാരനായാണ് സിനിമയിലും കൈൽ വേഷമിട്ടത്. ചാമ്പ്യൻഷിപ്പിൽ കാലിഫോർണിയ ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ബ്രാൻഡൻ കൈതത്തറ മികച്ച ഹിറ്റർ അവാർഡ് നേടി. കായിക പാരമ്പര്യം കൈമുതലായുള്ള കൈലിന്റെ ക്യാപ്റ്റൻസിയിൽ 2022 കാലിഫോർണിയ ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ചാമ്പ്യന്മാർ. മീനു ചേലാടൻ, 24 USA. ഓസ്ട്രേലിയൻ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനത്തിലൂടെ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് മലയാളി സഹോദരർ. സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. രാജ്യാന്തര തലത്തിൽ മെഡൽ പട്ടികയിൽ മലയാളി സാന്നിധ്യം കുറവായ കായിക ഇനമാണ് ബാഡ്മിന്റൺ. പ്രവാസ ലോകത്ത് ഇവിടെ ഓസ്ട്രേലിയയിൽ ബാഡ്മിന്റണിൽ തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തുകയാണ് മലയാളി സഹോദരന്മാർ. ൽ അണ്ടർ 17 വിഭാഗത്തിൽ വ്യക്തിഗത ഇനത്തിലും ഡബിൾസിലും ദേശീയ ചാമ്പ്യൻ. 2024 അണ്ടർ 19 വിഭാഗത്തിൽ ദേശീയ ചാമ്പ്യൻ. ഓസ്ട്രേലിയയുടെ ദേശീയ ജൂനിയർ ടീമിൽ അംഗത്വം. ബാഡ്മിന്റണിൽ മെഡലുകൾ വാരിക്കൂട്ടുകയാണ് ഇമ്മാനുവൽ സ്റ്റീഫൻ എന്ന ഈ 17-കാരൻ. 2011 നമ്മൾ ഓസ്ട്രേലിയക്ക് വന്നു. ആ വർഷം I was 8 years old, so we used to play back in our backyard. My dad used to play with us, and നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇച്ചിരി കൂടെ കളിച്ചു. പിന്നെ ഇച്ചിരി കൂടെ പാഷനും മോട്ടിവേഷനും വലിയ ടൂർണമെന്റ്സും കളിക്കാൻ വന്നു. നാഷണൽ ലെവലിൽ 7ാം റാങ്കുമായി സഹോദരൻ എഫ്രൈം സ്റ്റീഫനും ബാഡ്മിന്റണിലെ തിളങ്ങുന്ന താരമാണ്. ലോങ് ടേം ഗോൾ ഒളിമ്പിക്സ് കളിക്കാൻ ഓസ്ട്രേലിയ റെപ്രസെന്റ് ചെയ്യാൻ. കുറെ വലിയ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസും കളിക്കാം. പക്ഷേ ഷോർട്ട് ടേം ആയിട്ട് ഞാൻ എല്ലാ ദിവസവും പ്രോഗ്രസ് ചെയ്യാൻ, കുറച്ചുകൂടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ എല്ലാം നോക്കാം. അടുത്ത മാസം ഞാൻ ആഫ്രിക്കയിൽ പോവുക, ഒരു ടൂർണമെന്റ് കളിക്കാൻ, ഇന്റർനാഷണൽ സീരീസും ഇന്റർനാഷണൽ ചാലഞ്ച്. അത് പത്തനംതിട്ട മല്ലശ്ശേരി പൂങ്കാവ് സ്വദേശികളാണ് എഫ്രൈം സ്റ്റീഫനും ഇമ്മാനുവൽ സ്റ്റീഫനും. ബ്രിസ്ബെയിനിലെ പ്രമുഖ ബാഡ്മിന്റൺ പരിശീലകൻ കൂടിയായ പിതാവ് സ്റ്റീഫൻ സാമും ഭാര്യ നിസിയും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. നാട്ടില് 10-20 വർഷമായിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സ്പോർട്സും ചെയ്യുമായിരുന്നു. എന്നാൽ ബാഡ്മിൻ്റൺ, വോളിബോളും ബാഡ്മിൻ്റണുമായിരുന്നു ഏറ്റവും കൂടുതൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിം. ഇവിടെ മലയാളികളുടെ അസോസിയേഷൻ ഒത്തിരി ടൂർണമെൻറ്റുകൾ പങ്കെടുക്കാനും വിജയിക്കാനും ഒക്കെ എനിക്ക് ആ സമയങ്ങളിൽ മലയാളികളുടെ ടൂർണമെൻറ്റിലൊക്കെ ഒത്തിരി ടൂർണമെൻറ്റ് വിൻ ചെയ്യുവാൻ സാധിച്ചു. അപ്പോൾ അത് കുട്ടികൾക്ക് ഒത്തിരി മോട്ടിവേഷനായ. 12ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി ബാഡ്മിന്റൺ പരിശീലനത്തിനായി പഠനത്തിന് ഇടവേള കൊടുത്തിരിക്കുകയാണ് എഫ്രൈം. ഒക്ടോബറിൽ ചൈനയിൽ വെച്ച് നടക്കുന്ന ലോക ബാഡ്മിന്റൺ ജൂനിയർ ചാമ്പ്യൻഷിപ്പിലേക്ക് ഓസ്ട്രേലിയയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് 11ാം ക്ലാസ്സുകാരൻ ഇമ്മാനുവൽ. ബാഡ്മിന്റൺ താരം ലക്ഷ്യ സെന്നാണ് റോൾ മോഡൽ. ഓസ്ട്രേലിയയുടെ ബാഡ്മിന്റൺ ചരിത്രത്തിൽ പുതിയ ഏടുകൾ എഴുതി ചേർക്കുവാൻ ഒരുങ്ങുകയാണ് എഫ്രൈമും ഇമ്മാനുവലും. ബ്രിസ്ബെയിനിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ, 24. OICC റിയാദ് ജില്ലാ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ റിയാദ് OICC കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന അബ്ദുൾ മജീദ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. റിയാദ് ബത്തയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് കല്ലുപ്പറമ്പൻ അധ്യക്ഷനായി. ഷഫീഖ്
പുരക്കുന്നിൽ ആമുഖ പ്രഭാഷണം നടത്തി അനുസ്മരണ യോഗം സെൻട്രൽ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് നവാസ് വെള്ളിമാടുകുന്ന് ഉദ്ഘാടനം ചെയ്തു. OICC മിഡിൽ ഈസ്റ്റ് കൺവീനർ കുഞ്ഞി കുമ്പള, ഷംനാഥ് കരുനാഗപ്പള്ളി, മജീദ് ചിങ്ങോലി, വിൻസെന്റ് കെ ജോർജ്, റഷീദ് കൊളത്തറ തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മാത്യു ജോസഫ് സ്വാഗതവും തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് തൽഹത്ത് നന്ദിയും പറഞ്ഞു. ഖത്തറിലെ പ്രമുഖ ഇന്ത്യൻ സ്കൂളുകളിലൊന്നായ ബിർള പബ്ലിക് സ്കൂൾ അബു ഹമൂർ ക്യാമ്പസിൽ ഷിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തുന്നു. കിൻഡർ ഗാർട്ടൻ 1-2 ക്ലാസുകൾ എന്നിവ രാവിലെ 6:30 മുതൽ 10:15 വരെ പ്രവർത്തിക്കും. ഗ്രേഡ് 5 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ രാവിലെ 10:30 മുതൽ വൈകുന്നേരം 5 മണി വരെ നടത്തുമെന്നും സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. 2024 സെപ്റ്റംബർ 10 മുതൽ അബു ഹമൂർ ക്യാമ്പസിൽ മാത്രമേ മാറ്റം പ്രാബല്യത്തിൽ വരികയുള്ളൂ. ന്യൂ IGയിലെ 2 പ്രൈമറി സ്കൂളുകൾ സാധാരണ രീതിയിൽ തന്നെ പ്രവർത്തിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പത്തനംതിട്ട മുൻ SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കി സർക്കാർ. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരം മുറിയുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണ വിവാദത്തിലാണ് നടപടി. ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ. മരം മുറി സംബന്ധിച്ച പരാതി പിൻവലിക്കാൻ PV അൻവർ MLAയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് ഉത്തരവിൽ പരാമർശമുണ്ട്. PV അൻവറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെയും സഹപ്രവർത്തകരെയും സുജിത് ദാസ് അപമാനിക്കാൻ ശ്രമിച്ചുവെന്നും SPയുടെ പെരുമാറ്റം സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ സംഘർഷം. 2 മണിക്കൂറോളം സെക്രട്ടേറിയറ്റ് പരിസരം യുദ്ധക്കളമായി. പോലീസ് ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ തലയ്ക്ക് പരിക്കേറ്റു. പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി നേരിടുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ വെല്ലുവിളിച്ചു. അതേസമയം സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ അറസ്റ്റിലായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായി. ഒരിടവേളയ്ക്ക് ശേഷം തലസ്ഥാനം വീണ്ടും സമരമുഖരിതമാകുന്നു. ADGPക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ PV അൻവർ MLA നടത്തിയ ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്. സമരം തുടങ്ങി ആദ്യ 1 മണിക്കൂറിൽ പരമാവധി പ്രകോപനം സൃഷ്ടിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചിട്ടും പോലീസ് സംയമനം പാലിച്ചു. ആഭ്യന്തര വകുപ്പിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചുനിന്നാൽ PV അൻവറിനെ കോൺഗ്രസ് സംരക്ഷിക്കുമെന്ന് MM ഹസന്റെ ഉദ്ഘാടന പ്രസംഗം കഴിയും മുമ്പേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമം തുടങ്ങി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിനു നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടിയും കല്ലുകളും വലിച്ചെറിഞ്ഞു. ജലപീരങ്കി വാഹനത്തിന് മുകളിൽ കയറി മുദ്രാവാക്യം മുഴക്കി. ഷീൽഡ് റോഡിലെറിഞ്ഞ് അടിച്ചു തകർത്തു. സെക്രട്ടേറിയറ്റ് മുതൽ ചാടിക്കടക്കാൻ ശ്രമിച്ച വനിതാ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ സംഘർഷം മൂർച്ഛിച്ചു. പോലീസ് ലാത്തി വീശി. അബിൻ വർക്കിയടക്കം 8 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സാരമായി പരിക്കേറ്റു. മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. നിങ്ങൾ കണ്ടല്ലേ, ഞങ്ങൾ ഒരു കല്ലിവിടെ വീണോ ഇപ്പൊ ഉണ്ടാക്കിയതല്ലേ, അവനെ മാറ്റാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്റെ ചോര വീണ് ഇവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ പോവില്ല. അവനെ ഇവിടുന്ന് മാറ്റണം. എനിക്ക് ചികിത്സ വേണ്ട. KPCC അധ്യക്ഷൻ K സുധാകരൻ സമരസ്ഥലത്തെത്തിയാണ് അബിൻ വർക്കിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആ ഒതുക്കുന്ന പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. സംഘർഷത്തിൽ 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. പത്തനംതിട്ടയിലും കോട്ടയത്തും തൃശൂരും ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചുകളും സംഘർഷത്തിൽ കലാശിച്ചു. ഇനി ആ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാണ് മടക്കം. നാളെ സെക്രട്ടേറിയറ്റിലേക്ക് KPCC പ്രഖ്യാപിച്ചിരിക്കുന്ന മാർച്ചും സംഭവബഹുലമാകുമെന്നുറപ്പ്. ഇത് കേരളം വീണ്ടും സമരഭരിതമാകുന്ന കാലം. വിവിധ ബ്യൂറോകൾക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് കായികമന്ത്രി V അബ്ദുറഹ്മാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളം സന്ദർശിക്കുന്നതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ താൽപര്യം അറിയിച്ചുവെന്ന് കായികമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ടീം വരുന്ന സമയവും വേദിയും പിന്നീട് തീരുമാനിക്കും. കേരളത്തിലെ വിവിധയിടങ്ങളിൽ സർക്കാരുമായി ചേർന്ന് അർജന്റീന അക്കാഡമികൾ സ്ഥാപിക്കും. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.